ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്ക് ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് പ്രഖ്യാപനം. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാകും പ്രഖ്യാപനം നടത്തുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ഉണ്ട്. വിനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക? തീർച്ചയായും 11 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നോമിനേഷൻ നൽകിയിരുന്നു. ബി.ജെ.പി. ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നു വന്ന പേരായിരുന്നു പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരൻ്റേത്. പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കും ബി.ജെ.പി. നേതാക്കൾ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഐക്യകണ്ഠേന പിന്നീട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ നേതൃയോഗത്തിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഒരേ ഒരാളാണ് നോമിനേഷൻ കഴിഞ്ഞ ദിവസം ഭരണാധികാരിക്ക് മുന്നിൽ നൽകിയത്. രാജീവ് ചന്ദ്രശേഖരൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ മത്സര രംഗത്തില്ലാതെ ഏകകണ്ഠേന രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ചന്ദ്രശേഖരന്റെ വികസന പ്രഖ്യാപനങ്ങൾ അത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾക്കും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ബി.ജെ.പി. പുതിയതായി ചുമതലയേക്കുന്ന സംസ്ഥാന അധ്യക്ഷന് സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വത്തിനുള്ളത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 11-നും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം പോയിരിക്കുന്നു എന്നതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ബി.ജെ.പിയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള മുതിർന്ന നേതാക്കളെ പരീക്ഷിക്കുന്ന ബി.ജെ.പി. എല്ലാ ഘട്ടവും എല്ലാ സമയത്തും പ്രത്യേകിച്ച് നമുക്കറിയാം സർപ്രൈസുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കേന്ദ്ര നേതൃത്വം അത്തരത്തിലുള്ള സർപ്രൈസായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കളത്തിലേക്ക് ഇറക്കുന്നത്. എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു രാഷ്ട്രീയ പാഠ്യവും ഒപ്പം തന്നെ ടെക്നോക്രാറ്റ് എന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ ഇത്തരത്തിലുള്ള ഏകകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച സമയം മുതൽ തന്നെ ഏറ്റവും പ്രധാനമായി രാജീവ് ചന്ദ്രശേഖരൻ ഉയർത്തിക്കാട്ടിയ ഒരു മുദ്രാവാക്യമായിരുന്നു വികസനം. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പാത അത് കേരളത്തിലേക്കും എത്തിക്കാനുള്ള പ്രയത്നം തന്നെയായിരിക്കും തന്റെ ഭാഗത്തുനിന്നുണ്ടാക്കുക എന്ന് പല ഘട്ടങ്ങളിലും തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോഴൊക്കെ തന്റെ പ്രഖ്യാപനവും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വികസന കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ആകാംക്ഷ സൃഷ്ടിക്കുന്ന തരത്തിൽ, ആവേശം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ നൽകിയത്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലുടനീളം സംസ്ഥാനത്തെ മുഖം തന്നെ മാറ്റുന്ന തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പി. കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 2026 ആണ് പ്രധാന ലക്ഷ്യമെന്ന് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ളവർ വ്യക്തമാക്കിയതും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ആഹ്ലാദകരമായ ഒരു നിമിഷത്തിലേക്ക് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും ബി.ജെ.പിയുടെ സാധാരണക്കാരായ കേരളത്തിലെ പ്രവർത്തകരും നീങ്ങുന്നു. തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ വഴികൾ തുറക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 11 മണിയോട് കൂടി ഈ ഒരു കാര്യത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ നടക്കും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് അത്തരത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത്. എന്തായിരുന്നാലും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആ ചടങ്ങിൽ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും, സംസ്ഥാന സമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ മറ്റു നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഏകകണ്ഠേന ഒരു വാക്കിൽ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന നേതൃയോഗം എത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഒറ്റ വാക്കിൽ എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതിയൊരു വ്യക്തിക്ക് ബി.ജെ.പി.
BJPയുടെ അമരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്തുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാകുന്നു. ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അണികൾക്കും വലിയ ആവേശകരമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നേരത്തെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണികൾ BJPക്കുള്ളിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ സംഘടനാ തല പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കാൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ആ ഒരു പ്രയത്നം ഈ ഘട്ടങ്ങളിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. കാരണം BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് സംഘടനാ തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് BJPയെ 20% വോട്ടിലേക്ക് വളർത്തിയ കുറെ പിന്മുറക്കാറുണ്ട് എന്ന ചിന്തയും കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ BJPയുടെ കേരളത്തിലെ വോട്ട് വിഹിതം അത് 20% എത്തുന്നു. അങ്ങനെ വലിയൊരു കുതിപ്പിലേക്ക് BJP മാറുന്ന ഒരു കാഴ്ച, അതിന് ആക്കം ഇനിയുള്ള ദിവസങ്ങളിൽ അതിന് ആക്കം കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക് സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ നൽകാനും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കും. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ വികസനം എന്ന മുഖമുണ്ട് എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ. അത് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായിരുന്നാലും കൃത്യം 1 മണിക്കും 11 മണിക്കും 1 മണിക്കും ഇടയിൽ കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തുക എന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ആകാംക്ഷ നിറഞ്ഞ പ്രത്യേകിച്ച് ആകാംക്ഷയ്ക്കപ്പുറം ആഹ്ലാദപരമായ നിമിഷത്തിലേക്ക് BJP സംസ്ഥാന നേതൃത്വവും അണികളും കടക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. ദൃശ്യ വിനീഷ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കെ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് ഏറെ ഗുണപരമായ വികസന കാഴ്ചപ്പാടുകളാണ് ജനങ്ങൾക്ക് മുൻപിൽ വെച്ചത്. അതുപോലെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഇതിൽ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാകാനാണ് സാധ്യത? രാഷ്ട്രീയത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ടെക്നോക്രാറ്റ്, അതിലുപരി ഒരു വികസന കാഴ്ചപ്പാടുള്ള വികസന മുഖമുള്ള ഒരു നേതാവാണ്. BPL അടക്കമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് ബിസിനസ് ലോകത്ത് വലിയ കുതിപ്പ് കാഴ്ചവെച്ച ഒരു വ്യക്തിത്വം. ടെക്നോക്രാറ്റ് എന്നതിന് ഉപരി ഒരു സാധാരണ മനുഷ്യസ്നേഹി എന്നുകൂടി നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചു പറയേണ്ടതുണ്ട്. കാരണം BJPയുടെ സംഘടനാ തലത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയം മുതൽ തന്നെ തനിക്ക് ഈ ഒരു പ്രചരണ വേളയിൽ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ പ്രചരണം നടത്തുന്ന ഓരോ വേളയും താൻ കണ്ടെത്തിയ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ പ്രചോദനമായ ചില യുവാക്കളെ ഇപ്പോഴും അദ്ദേഹം കൈവിട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും പ്രധാനം എന്ന് പറയാം, നമുക്ക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആ വികസന ആശയങ്ങൾ, അതിനെ തിരുവനന്തപുരത്തിന്റെ വികസന സമൂഹം ഏറ്റെടുത്തിരുന്നു. ആ ഏറ്റെടുത്തിരുന്ന കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒതുങ്ങി നിൽക്കില്ല. ഒപ്പം രാഷ്ട്രീയ തലത്തിലും അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. പ്രത്യേകിച്ച് 3 തവണ MP ആയി അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം മന്ത്രിയാകുന്നു. അങ്ങനെ രാഷ്ട്രീയ പടവുകളൊക്കെ കയറിയിറങ്ങി വന്ന നേതാവാണ്. അതിലുപരി ഒരു ടെക്നോക്രാറ്റാണ്, ഒരു കോർപ്പറേറ്റിന്റെ വലിയ മേധാവിയായിരുന്ന ആളാണ്. ഇതെല്ലാം രാഷ്ട്രീയത്തിലേക്ക് ഒത്തിണങ്ങിയ ഒരു നേതാവായി രാജീവ് ചന്ദ്രശേഖരൻ മാറുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPക്ക് പുതിയ രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന വിലയിരുത്തലാണ് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയത്തിലുപരി വികസനത്തിന്റെ മുഖമായി പല ഘട്ടങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പാത പിന്തുടരുന്ന ഒരു നേതാവായി, വികസന കാഴ്ചപ്പാടുകൾ കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നേതാവായി രാജീവ് ചന്ദ്രശേഖരൻ മാറിയിട്ടുണ്ട്. ആ ഒരു വികസന കാഴ്ചപ്പാടായിരിക്കും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവരിക എന്ന തരത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലുപരി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് എത്തുമ്പോൾ വികസനത്തിന്റെ മുഖമായി രാജീവ് ചന്ദ്രശേഖരൻ മാറും. ആശയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്റെ പ്രവർത്തന മികവ് കൊണ്ടും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ പ്രവർത്തകരടക്കമുള്ളവർ ഇന്നത്തെ ദിവസം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്ക് BJP സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുക. തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാകും പ്രഖ്യാപനം നടക്കുക.